ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഈ ചൈനീസ് ബോൾസം വാങ്ങിച്ചപ്പം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സ്റ്റെം മുറിച്ചിട്ട് നിങ്ങൾ വേറെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ ചെടി ഉണ്ടാക്കണോട്ടാന്ന്. അപ്പോൾ പൂക്കൾ കൊഴിയുന്ന സ്റ്റെം വേണം എടുക്കാനെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിതിൻ്റെ പൂക്കളൊന്ന് കുറച്ച് പൂക്കളുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കൊഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തൊന്ന ഇനിയും വൈകണ്ട, വേഗം അടുത്ത മുട്ടുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മടിയായിരിക്കുമല്ലോ. അപ്പോൾ മുട്ടുണ്ടാവണതിന് മുന്നേ തന്നെ അതൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് കരുതി 2 തണ്ട് വെച്ചിട്ട് 2 ചെടിയിൽ നിന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് പോട്ട് മിക്സ് അല്ല കേട്ടോ, വെറുതെ ചരലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് മുന്നേ ചൈനീസ് ബോൾസം വാങ്ങിച്ചപ്പോഴും ഞാൻ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ ചരലല്ല പോട്ട് മിക്സ് ആണ് കേട്ടോ ഉപയോഗിച്ചത്. അപ്പോൾ വെള്ളം കെട്ടി നിന്നിട്ടാണോ എന്താണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ചൈനീസ് ബോൾസം ആദ്യം ഒരു തവണ നാടൻ പിടിച്ചതല്ലാണ്ട് വെരിഗേറ്റഡ് വാങ്ങിക്കുമ്പോൾ അത് പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അത് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാനത് ചരൽ മാത്രമായിട്ടാണ് എടുത്തിരിക്കുന്നത്. പേപ്പർ ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വേര് പിടിച്ച് കഴിയുമ്പം നമുക്കിത് മറ്റൊരു പോട്ടിലോട്ട് മാറ്റി നടാം. അപ്പോൾ ആദ്യം തന്നെ ഇത് പിടിച്ച് കിട്ടുക എന്നുള്ളതാണല്ലോ അത്യാവശ്യം. ചരലാവുമ്പോൾ വെള്ളമൊന്നും കെട്ടാതെ വെള്ളം വാർന്ന് പൊയ്ക്കോളും, നല്ല രീതിയിൽ ഡ്രെയിനേജ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് വേരോടാനും ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചരൽ മാത്രമായിട്ട് എടുത്തിരിക്കുന്നത്. ചാണകപ്പൊടി ഒന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കരുതി അതിൻ്റെ ഒരു ചട്ടി ഇത് സ്റ്റെം എടുത്ത സമയത്താണ് കേട്ടോ കണ്ടത്, ഒരു ചട്ടി പൊട്ടിയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു എന്നാൽ അതങ്ങോട്ട് രണ്ടും വേറെ പോട്ടിലേക്ക് റീപോർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് മദർ പ്ലാന്റും കൂടി ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പോട്ട് മിക്സും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട്. പോട്ട് മിക്സിൻ്റെ കൂടെ കുറച്ച് ചരലും കുറച്ച് കൊക്കോപീറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ലൂസാക്കിയിട്ടാണ് നടുന്നത്. അതുപോലെ നമ്മൾ ഈ വാങ്ങിച്ചിരിക്കുന്നത് ഒരു ചട്ടിയിൽ 2 ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് സ്പ്ലിറ്റ് ചെയ്ത് നട്ടോളാൻ പറഞ്ഞ കാരണം ഞാനത് സ്പ്ലിറ്റ് ചെയ്ത് നടുന്നുണ്ട്. അതിൻ്റെ സ്റ്റെം മാത്രം ഒരെണ്ണത്തിൽ നിന്ന് മാത്രമേ മുറിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒരു കളറിൽ 2 ചട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ 2 സ്റ്റെമ്മും നമ്മൾ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ മദർ പ്ലാന്റിൻ്റെ അടിയിലത്തെ മണ്ണ് ഞാൻ കുറച്ച് മുറിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ അടർത്തി കളഞ്ഞിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അടിയിലോട്ട് നമ്മൾ വെക്കുന്ന മണ്ണിലേക്ക് അതിൻ്റെ വേരിറങ്ങിക്കോളുമല്ലോ. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് നോക്കി ശരിക്കും ഡ്രെയിനേജ് ആവുന്നുണ്ടോയെന്ന്. അപ്പോൾ വെള്ളം കെട്ടുന്നില്ല, ശരിക്കും ഡ്രെയിനേജ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ വേരിന് മീതേക്ക് അധികം മണ്ണ് വീഴാത്ത രീതിയിലാണ് കേട്ടോ ഞാൻ വെച്ചത്. എന്നിട്ട് ഇത് നട്ടിട്ട് ഞാൻ തണലത്ത് കൊണ്ട് വെക്കുകയാണ് ചെയ്തത്.